ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഫസ്റ്റ് പറയേണ്ട കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു ജെല്ലാണ് കേട്ടോ. ജെല്ലായതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ മെയിനായിട്ട് അനുഭവിക്കുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുക, അല്ലെങ്കിൽ ഹൈഡ്രേഷനൊക്കെ നഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക, നമ്മുടെ സ്കിന്ന് ഒട്ടും തന്നെ ഹൈഡ്രേഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്കറിയാലോ. ആകെ വരണ്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും നമ്മുടെ സ്കിന്ന് കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പ്രീമച്വർ ഏജിങ്, നമ്മുടെ സ്കിന്നിന് ആവശ്യമായ മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ പെട്ടെന്ന് വിസിബിൾ ആവുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രീമച്വർ ഏജിങ്, ഏർലി ഏജിങ് സൈൻസ് ഒക്കെ. അതോടൊപ്പം തന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഓഫേഴ്സൊക്കെ ഉണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പം. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്, ഹയലോ ജെൽ. ഒട്ടുമിക്ക ആൾക്കാർക്കും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്യാവശ്യം നല്ല വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഹയലോ ജെൽ. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ജെൽ ബേസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ വൈസ് നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് എൻ്റെ സ്കിന്നിൽ വർക്ക് ആവുമോ, അതോടൊപ്പം തന്നെ ഇത് അപ്ലൈ ചെയ്താൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ കുറേ പേടികളൊക്കെ നമുക്കുണ്ടാവും. അങ്ങനത്തെ പേടിയൊന്നും പേടിക്കേണ്ട. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നോൺ കോമഡോജിക് എന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സ് ഒരിക്കലും ക്ലോഗ്ഡ് ആക്കില്ല. ഈ പോഴ്സ് ക്ലോഗ്ഡ് ആക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിന് എന്താ പറയുക ഡാമേജസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കാരണം എന്ന് വെച്ചാൽ, അതായത് ക്ലോഗ്ഡ് പോഴ്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അഴുക്കും അല്ലെങ്കിൽ മെഴുമെഴുക്കും അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ തങ്ങിക്കിടന്നിട്ട് അവിടെ പിമ്പിൾസ് ഉണ്ടാവും. അപ്പോൾ പിമ്പിൾസ് ഉണ്ടാകും മാത്രമല്ല, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സ്കിൻ ഇഷ്യൂസ് നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് നോൺ കോമഡോജനിക് പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ്. എങ്കിലും എക്സ്ട്രീംലി ഡ്രൈ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നോർമലി അവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നതാണ്. എക്സ്ട്രീംലി ഡ്രൈ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും പെട്ടെന്ന് തന്നെ അവരുടെ സ്കിൻ ഡ്രൈ ആയി പോകും. അപ്പോൾ അങ്ങനെ സ്കിന്നുള്ള ആൾക്കാരൊന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് പേടിയെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്താൽ ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ റെഡ്നെസ് പോലുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസിൽ ഒക്കെ ചെയ്യുമെന്നൊക്കെ ഉള്ള പേടിയുണ്ട്. പേടിക്കേണ്ട, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ആൻഡ് ഓൾസോ അടുത്തായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എന്താ പറയുക, ഫ്രാഗ്രൻസ് ഒന്നും ഇല്ല കേട്ടോ. ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഫ്രാഗ്രൻസ് ആണ് ഒട്ടുമിക്ക സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും മെയിൻ വില്ലൻ അല്ലെങ്കിൽ പ്രോബ്ലം ഒക്കെ ആയിട്ട് വരിക. ചില ഫ്രാഗ്രൻസ് ഒന്നും അവർക്ക് പറ്റിയല്ല. അപ്പോൾ ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാലോ, 100-ൽ പരം കെമിക്കൽ കോമ്പോണൻസിൻ്റെ ഒരു ഇൻഫ്യൂഷനാണ് ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഓയിലി, അതായത് സ്റ്റിക്കിയോ ഒന്നും ആക്കുകയല്ല കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്താൽ ഒട്ടും ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒട്ടും തന്നെ സ്റ്റിക്കി ഒന്നും ആക്കുകയല്ല നമ്മുടെ ഫേസിന്. പിന്നെ നോൺ കോമഡോജനിക് ആയിട്ടുള്ള അക്വേഷ്യസ് ജെൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈലറോണിക് ആസിഡ് ആണ്. ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിൽ അതായത് മോയ്സ്ചർ നല്ല രീതിക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്ന് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിക്ക് നിൽക്കുള്ളൂ. ജസ്റ്റ് ബ്യൂട്ടിഫുൾ മാത്രമല്ല ആക്കുന്നത്, നല്ലൊരു ഗ്ലോയിങ് ആൻഡ് പ്ലംപ് ആൻഡ് ഓൾസോ സപ്പിളാക്കി നമ്മുടെ സ്കിന്നിനെ വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേപോലത്തെ ഒരു ട്യൂബ് ബേസ്ഡ് പാക്കേജാണ് വരുന്നത്. എൻ്റെ ഔട്ടർ പാക്കേജിങ് കാർഡ്ബോർഡ് ബേസ്ഡ് പാക്കേജിങ് ആണ്. അഫോർഡബിൾ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 270 റുപ്പീസാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഓഫേഴ്സിൽ 270 ഒന്നും കൊടുക്കേണ്ട. ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്യൂബ് ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇതേപോലെ ഒരു ചെറിയൊരു സിൽവർ ബേസ്ഡ് കോട്ടിംഗ് ഒക്കെ ഉണ്ട്, അത് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ടെക്സ്ചറാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്, ജെൽ ബേസ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വിസിബിൾ ആകുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിക്കുള്ളൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് ഉണ്ട് കേട്ടോ.
നെക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന പർപ്പസ് ആയതുകൊണ്ടിട്ടാണ് നെക്കിൽ അപ്ലൈ ചെയ്യാത്തത്. നല്ല രീതിക്ക് തന്നെ ടൈറ്റൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഫേസിൽ നന്നായിട്ട് സ്പ്രെഡ് ഓവർ ചെയ്യാം. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പക്ഷേ നമുക്ക് സെറ്റഫിലിൻ്റെ ഒക്കെ മോയ്സ്ചറൈസറിലെ, അതായത് ഡാം മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു മാതിരി ഒരു സൈസ് ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഫീലാകും കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മയെന്ന് പറയാനുള്ളത്. പക്ഷേ ഡെർമാക്കോയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒട്ടും തന്നെ ഒരു തരത്തിലുള്ള സ്മെല്ലും നമുക്ക് അനുഭവപ്പെടില്ല കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ സ്റ്റേജിലോട്ട് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുക. ചെറിയ ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ലാണ്, പക്ഷേ എന്തോ എനിക്ക് ആ സ്മെല്ലിനോട് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, എങ്കിലും ഞാനൊന്ന് പറയാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. ആഫ്റ്റർ ദാറ്റ് ഇനിയിപ്പോൾ നിങ്ങൾ വരണ്ട പ്ലേസിലാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ വിൻ്റർ സീസണാണ്, ഭയങ്കര കാറ്റും തണുപ്പൊക്കെ കൊണ്ടിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലെൻസ് ചെയ്തതിന് ശേഷം പാറ്റയൊക്കെ ചെയ്തിട്ട് ഒരു ടോണർ അപ്ലൈ ചെയ്യാം. അതിന് ശേഷം വേണം ഈ ഒരു ഹൈലോ ജെല്ല് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, ദെൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. നൈറ്റ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ, AM and PM റുട്ടീനിൽ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നൈറ്റ് ടൈമിൽ ക്ലെൻസ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് ടോണർ ഓർ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുക, പിന്നെ നൈറ്റ് ക്രീമോ മോയ്സ്ചറൈസറോ അങ്ങനെയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് റുട്ടീൻ വൈസ് നോക്കുകയാണെങ്കിൽ. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ബാക്കിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കീപ്പ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ, അതായത് കുട്ടികളിൽ നിന്നൊക്കെ മാറ്റി വെക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് കൊടുത്തിട്ടുള്ളത് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ, അക്വ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലിസറിനൊക്കെ ഉണ്ട്. സോ ഗ്ലിസറിൻ ഉള്ളത് കൊണ്ടൊക്കെയാണ് ആ ഒരു മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ നറിഷ്മെൻ്റ് ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടാൻ കാരണം. ഒരു ഹൈലോജൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ്, അറ്റ് ദ സെയിം ടൈം അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ, ഒരു ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞല്ലോ വരണ്ട പ്ലേസിലാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് പറയേണ്ടത്, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം വേണം, എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകരുത്, ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു ഫാം പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫാർമസി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ്, എങ്കിലും ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്ക് പ്രശ്നമില്ല കേട്ടോ, നമുക്ക് വിൻ്റർ സീസണിലൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് നോർമലി അവരുടെ സ്കിന്ന് ഓവറായിട്ട് ഡ്രൈ ആവില്ലോ, ഓൾറെഡി എപ്പോഴും ഓയിൽ പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലായിരിക്കും ഡ്രൈ ആൻഡ് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാരെ വെച്ച് കമ്പൈൻ ചെയ്യുമ്പം. പിന്നെ കോമ്പിനേഷൻ ആയിട്ടുള്ളവർക്കും അത്രത്തോളം ഓയിലി ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്രത്തോളം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. എല്ലാ സ്കിന്നിനും പറ്റും, ഓയിലി സ്കിന്നുകാർക്കും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഓയിലി സ്കിന്നാണ്, ഞാൻ അപ്ലൈ ചെയ്യുമ്പം എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നാറില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ നമ്മൾ എല്ലാ ദിവസവും AM and PM നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ദിവസം വീക്കിലി വൺസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം കുഴപ്പമില്ലെങ്കിൽ അത് ഗ്രാജുവലി നമ്മൾ കൂട്ടിക്കൊണ്ടുവരും. അതായത് പിന്നീട് നമ്മൾ 2 തവണയാക്കാം, 3 തവണയാക്കാം, അങ്ങനെ വേണം, പതിയെ കൂട്ടിക്കൊണ്ട് വരിക. അല്ലാതെ കിട്ടിയ പാടെ ഒറ്റയടിക്ക് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുകയല്ല വേണ്ട കേട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിൽ കീപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ക്ലീൻ ആൻഡ് എന്താ പറയുക, ഒന്ന് പ്ലംപ് ആക്കാനും ഒരു സൂത്തനിങ് എഫക്റ്റൊക്കെ നൽകും. നല്ല രീതിക്ക് തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് ക്ലീൻ വേയിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ പകൽ സമയത്താണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അടുത്തയായിട്ട് പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആപ്ലിക്കേഷൻ വൈസും പറഞ്ഞു, ഇതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. യൂസ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് മാത്രം അപ്ലൈ ചെയ്യുക. അതായത് 2 times എന്ന് വെച്ചാൽ AM and PM മാത്രം അപ്ലൈ ചെയ്യുക, അതിൽ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പം എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അഫോർഡബിൾ ആൻഡ് അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട് നൽകുന്ന ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. പിന്നെ നല്ലൊരു വൈബ്രൻറ്റ് ഫിനിഷാണ് നമ്മുടെ ഫേസിനൊക്കെ നൽകുന്നത്. ഫാർമസി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കുറേ പേര് യൂസ് ചെയ്തിട്ട് അവർക്കൊക്കെ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഷുവറായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.